നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ പുലിപ്പാറ റബ്ബർ ഉത്പാദക സംഘത്തിന്റെ വാർഷികവും പൊതുയോഗവും പുതുതായി ടാപ്പിംഗ് പരിശീലനം ലഭിച്ചവരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവും നടന്നു. സംഘം വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ അധ്യക്ഷം വഹിച്ചു. സുഗതൻ സ്വാഗതം പറഞ്ഞു. ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം സഹ്യാദ്രി MD സനൽകുമാർ നിർവഹിച്ചു. മോളി നന്ദി രേഖപ്പെടുത്തി. പേരുകൾ ഇപ്പം നമ്മുടെ ലിസ്റ്റിനകത്തുള്ളതെല്ലാം എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഒരു അങ്ങനെയല്ലേ, സീരിയൽ നമ്പർ തീരുമാനമാണ്. അപ്പൊ എഴുതുന്ന സമയത്ത് ഒരേ പേരുള്ള നമ്മുടെ കണ്ട് 900 സംതിങ് പേരാണ്. ജോൺ തന്നെ എത്ര ജോൺ കാണുമെന്നുള്ളത് പല പല എൻഷില് ഒരേ എൻഷിൽ വരുന്ന തന്നെ ജോൺ തന്നെ പലതും കാണും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പരമാവധി നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ സംഘത്തിന്റെ പ്രസിഡന്റ് കയ്യിൽ നിന്നും എന്ത് ചെയ്യുക, വാങ്ങിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഒറ്റ നമ്പർ കുറിച്ചാൽ മതി. പ്രസിഡന്റ് എല്ലാവരുടെയും നമ്പർ ഓർത്തിരിക്കാനും നോട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാവും. ആ നമ്പർ എഴുതുക, ഏതാ ബില്ലിൽ എഴുതണം. ബില്ലിന്റെ ഏറ്റവും മേളിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് എഴുതി നോക്കുക, ഒന്ന് ഉറപ്പ് വരുത്തി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഏതാണ്ട് വലിയൊരു പണി ഒഴിവാകും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഒരു മാസം നല്ല സീസണൊക്കെ ആണെങ്കിൽ 100, 150, 200, 300 ബില്ലുകൾ ചിലപ്പോൾ കയറി വരും. ഇത്രയും ബില്ലുകൾ എടുത്തു വെച്ച് ഓരോരുത്തരുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതുക എന്ന് പറയുന്നത് തന്നെ ഒരു പരമാവധി ബുദ്ധിമുട്ടാണ്. എല്ലാം വെച്ച് ഒറ്റ ബില്ലിന്റെ ഒറ്റ നമ്പറിന്റെ കാര്യമുള്ളൂ, എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള തെറ്റുകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് സബ്സിഡി കിട്ടില്ലാത്ത പല കാര്യങ്ങളും പറയാം. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നീട് വരുന്ന പ്രശ്നങ്ങളിൽ നമുക്കൊന്ന് എന്റെ മെയ് മാസത്തിലെ ബില്ല് എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. നമ്മുടെ വന്നു കഴിഞ്ഞ് ബില്ലുണ്ട്, അപ്പൊ ഒരെണ്ണം മിസ്സിംഗ് ആയി. പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു പടിയും കൂടെ മുന്നോട്ട് നിങ്ങൾ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ബില്ലുകളെല്ലാം കൃത്യമായ നമ്പർ എഴുതി അത് സോർട്ട് ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനൊരു അപ്ലോഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ പ്രസിഡന്റിന് കിട്ടും. പ്രസിഡന്റ് അതിന്റെ 2 കോപ്പി എടുത്തിട്ട് ഒരു കോപ്പി ബില്ലിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണോ ബില്ലുള്ളത് പരിശോധിച്ചിട്ട് നമ്മുടെ ഓഫീസിൽ കൊടുക്കും. മറ്റൊരു കോപ്പി അത് അവിടെ കൈപ്പറ്റിയതായിട്ട് റിസീവ്ഡ് എഴുതി മേടിച്ച് കയ്യിൽ സൂക്ഷിക്കും. അങ്ങനെയാണ് രീതി. ആ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. അതൊക്കെ ആർക്കും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൈകാര്യം ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാലും മെയ് മാസത്തിലെ ബില്ല് കൊടുത്തരുത്, അത് കയറിപ്പോയോ ഒറ്റ ചോദ്യമുള്ളൂ. അടുത്ത ബില്ല് കൊണ്ടുവരുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി. ആ ലിസ്റ്റിനകത്ത് പെട്ടെന്ന് വ്യക്തമായിട്ട് അത് കാണും, ഒന്ന് പരിശോധിക്കാം. തീർന്നു, നമ്മുടെ പണിയോടൊക്കെ സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും തിരുത്തിയെടുക്കാൻ നമുക്ക് അവസരമുണ്ട്. ബില്ല് കയറിയില്ല എന്നുണ്ടെങ്കിൽ നടക്കുകയില്ല. അതുകൊണ്ട് ബില്ല് അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. പുതുക്കലുകൾ നടത്തുക. ഇതുവരെയും പുതുക്കാത്തവരെ സംബന്ധിച്ചിട്ട് നമുക്ക് സെപ്റ്റംബർ 30 അതിന്റെ കാലാവധി തീർന്നുപോയി. സെപ്റ്റംബർ 30 ഇതുവരെയും രജിസ്ട്രേഷൻ എടുക്കാത്തവരെ സംബന്ധിച്ചിട്ട് ഇപ്പം പലരുടെയും നേരത്തെ രജിസ്റ്റർ ചെയ്തവരിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടോ അല്ലെങ്കിൽ സ്ഥലം കൊടുത്തിട്ടോ ഒക്കെ പുതിയ മക്കളുടെ പേരിലോട്ടൊക്കെ അത് സ്ഥലം മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പുതിയ ഓണർമാർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പദ്ധതിയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഏപ്രിൽ മുതൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന ഒരു പദ്ധതിയല്ല. ജൂൺ മുതൽ, അതായത് നമ്മുടെ ഉത്പാദനത്തിന്റെ ഒരു തുടക്കം ജൂൺ മുതൽ ഇത് വർഷം ജൂലൈ വരെ അവസാനിക്കുന്ന ജൂലൈ മുതൽ ജൂൺ വരെ അവസാനിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുക. ഓഗസ്റ്റിലോ മറ്റോ ആണ് അതിന്റെ പുതിയ ആൾക്കാരെ ചേർക്കാനുള്ള സമയം വന്നത്. സെപ്റ്റംബർ 30 ചുരുങ്ങിയ സമയം നമുക്ക് കിട്ടിയുള്ളൂ. പക്ഷെ അതിന് ശേഷമാണ് ഈ പറഞ്ഞ 200 രൂപയായിട്ട് അത് വർദ്ധിച്ചത്, അവരസ്ഥിരത കൂട്ടിയത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റിയത്. പല ഇപ്പൊ എന്തിനാ കൊടുക്കുന്നുള്ള ചിന്തയിലായിപ്പോയി പറയുന്നത്. പക്ഷെ പലരും ഇപ്പം പുതുതായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഹെഡ് ഓഫീസ് അറിയിക്കുന്നുണ്ട് ഒരുപാട് അപേക്ഷകൾ പുതുതായിട്ട് പല RPSകളിലും റിക്വസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെയുള്ള ജനപ്രതിനിധികളാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാം.